ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ നാളത്തെ പ്രമോയിലേക്ക് സ്വാഗതം. വൈജയന്തി കമലയുടെ വീട്ടിൽ നിന്നും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. കാരണം ഹോം നേഴ്സിനെ കിട്ടിയിട്ടില്ലല്ലോ. ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞ് എന്നിട്ട് വേണം. കാരണം തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം എന്നും പറഞ്ഞല്ലേ അലീനയോട് പറഞ്ഞിട്ടല്ലേ അവിടെ നിന്നും വൈജയന്തി ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി വൈജയന്തിയെ ഫോണിൽ വിളിച്ച് നീ എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ ആരും അന്വേഷിക്കണ്ട, എന്നെ ആർക്കും വേണ്ട, എല്ലാവർക്കും വേണ്ടവർ അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് കുറച്ച് പേടി തോന്നുന്നുണ്ട്. അത് മുത്തശ്ശി അലീനയെയും അറിയിക്കുന്നുണ്ട്. എന്നിട്ട് അലീനയോട് ചോദിച്ചു, ബാലചന്ദ്രന്റെയും വൈജയന്തിയുടെയും വഴക്ക് തീർക്കാൻ ഇനി എന്താ ചെയ്യണ്ടേ? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഒരേ ഒരു മാർഗമേ ഉള്ളൂ, മാഡം ആയുധം വെച്ച് കീഴടങ്ങണമെന്ന്. ഈ സമയം കമലയും വൈജയന്തിയും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. കമലയ്ക്ക് പ്രത്യേകിച്ച് വൈജയന്തിയുടെ വിഷമത്തിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് പിടിപ്പിക്കാൻ എന്നോണം പറയുന്നുണ്ട്, അതിന് ബാലചന്ദ്രന് നിന്നെ വേണ്ടല്ലോ. അങ്ങനെയൊന്നും പറയണ്ട കമലയെടുത്തി, എനിക്ക് വേണ്ടി എൻ്റെ മക്കൾ സംസാരിക്കും, ഞാൻ അവരോടെല്ലാം പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്ന്. പറഞ്ഞതുപോലെ തന്നെ വൈജയന്തി ഒരു ഹോം നേഴ്സുമായി മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. ഇതാണ് അമ്മയെ പുതിയ ഹോം നേഴ്സ്, അമ്മയെ നോക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു. അതിന് ബാലചന്ദ്രനോട് ചോദിച്ചിട്ടൊരു തീരുമാനമെടുത്താൽ പോരെ എന്ന് മുത്തശ്ശി വൈജയന്തിയോട് ചോദിച്ചപ്പോൾ അതിനൊരു മറുചോദ്യമാണ് വൈജയന്തി ചോദിക്കുന്നത്. എന്താ, ഈ വീട്ടിൽ എനിക്ക് ഒരു അധികാരവുമില്ലേ എന്ന്. ഏതായാലും ഈ വക പൊട്ടിത്തെറികളുമായാണ് ഇനി അടുത്ത എപ്പിസോഡുകൾ ഉണ്ടാകാൻ പോകുന്നത്. അലീനയും മുത്തശ്ശിയും മിണ്ടാതെ നിൽക്കുന്നതോടെ ഇന്നത്തെ പ്രമോ അവസാനിപ്പിക്കുന്നു. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക. ബായ്.